നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ ഖൈറുൽ അമലി, അത് അമലുകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഈ ഒരു സ്നേഹത്തിനു മാത്രം ബിംബങ്ങളെ ആവശ്യമില്ല. ഈ ഒരു സ്നേഹത്തിന് പ്രതിമകളുടെ ആവശ്യമില്ല, പ്രതീകങ്ങളുടെ ആവശ്യമില്ല. ഈ ഒരു സ്നേഹത്തിന് ഭൗതികമായി പറഞ്ഞാൽ പ്രേമിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഭൗതിക നിർമ്മിതികളിൽ പലതിന്റെയും ആവശ്യമില്ല. അള്ളാഹുവോടുള്ള മഹബ്ബത്ത് അത് വേറൊന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടി ഗുണങ്ങളിൽ നിന്ന് മുഴുവനും പവിത്രതയുള്ളവൻ. അവൻ സ്നേഹിക്കപ്പെടുന്നത് ഇലാഹാണ്, റബ്ബാണ്, പരിപാലകനാണെന്ന ഏറ്റവും ഉന്നതിയിലാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ, അള്ളാഹു ആകുന്ന സ്രഷ്ടാവ് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെയുള്ള ഒരു പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവി കഴിഞ്ഞാൽ പിന്നെ സ്രഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ പദവിയല്ലാതെ മേലെ വേറെ ഒരു പദവിയും വായിക്കാനില്ല. അപ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂല്യങ്ങളോടെ ഏറ്റുവാങ്ങുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, യഥാർത്ഥ വിശ്വാസികൾ. അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വരെയുള്ളൂ, അവിടെ വരെയുള്ളൂ, കേവലം ഒരു നേതാവാണ്, ഒരു റിഫോമറാണ് എന്ന് പറഞ്ഞു വെക്കാൻ സാധ്യമല്ല. അതിന്റെ എല്ലാം അപ്പുറത്താണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഒരാൾ മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്.